പെട്ടെന്നൊരു എമർജൻസി ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം അല്ലേ. ഒരു ഉരുൾപൊട്ടലാവാം, ഭൂമികുലുക്കം ആവാം, അതുപോലെ വെള്ളപ്പൊക്കം ആവാം, യുദ്ധസമയത്താവാം. ഈ സമയത്തെല്ലാം നമുക്ക് എമർജൻസി ബാഗുകൾ നമ്മൾ തയ്യാറാക്കി വെക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ എമർജൻസി ബാഗിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയൂ. നമുക്ക് എന്ത് വേണമെങ്കിലൊക്കെ എടുത്തു വയ്ക്കാം, പക്ഷേ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു വയ്ക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എമർജൻസി ബാഗിൽ എന്തൊക്കെ വെക്കണമെന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. 7 ഹെഡിങ്ങിലാണ് പറയുന്നത്. 8ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാസ് ആണ്. ആ എക്സ്ട്രാസ് നിങ്ങൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സേവ് ചെയ്ത് വെക്കുക. കാരണം എപ്പോഴാണ് ഇത് ആവശ്യം വരുന്നതെന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻസും മണിയുമാണ്. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഭദ്രമാക്കണം. നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ്സുകളും അതുപോലെ ആധാർ കാർഡും പാസ്പോർട്ടുകളും അതുപോലെ നമ്മളിപ്പോൾ വേറൊരു രാജ്യത്താണെങ്കിൽ അവിടെയുള്ള എമിറേറ്റ്സ് ഐഡിയോ അല്ലെങ്കിൽ അവിടെയുള്ള ID എല്ലാം നമുക്ക് വേണം അല്ലേ. അപ്പം എല്ലാ ID കാർഡ്സുകളും നമ്മൾ ഒരുമിച്ച് വയ്ക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വയ്ക്കുക, സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരുമിച്ച് വയ്ക്കുക. പിന്നെ എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ഫയലിലോട്ട് മാറ്റുക. ബാങ്കിൻ്റെ കാർഡുകൾ ഉണ്ടെങ്കിൽ അതും എടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ആധാരമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് വയ്ക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ആ ഒരു പാക്കറ്റ് അങ്ങ് എടുത്താൽ മതി അപ്പോൾ തന്നെ. അതാണ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് മണിയാണ്. മണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. കുറച്ച് പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഒരു എമർജൻസി ക്യാഷ്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു 50,000 രൂപ, ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിലും ഒരു 1,00,000 രൂപയുടെ അടുപ്പിച്ചുള്ള ഒരു പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. കുറച്ച് ദിവസത്തേക്ക് ഒരു എമർജൻസി ഉണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചിലപ്പം എന്തെങ്കിലും ഒരു ഭൂമികുലുക്കം വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് പണം തന്നെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പണം, ഒരു 50,000 രൂപയെങ്കിലും എടുത്തു വെക്കുന്ന ഈ ഒരു എമർജൻസി ഘട്ടത്തിൽ ആവശ്യം വരും. അപ്പോൾ അത് ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് വാട്ടറാണ്. അതിപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല, നമുക്കൊരു എമർജൻസി ഉണ്ടാകുമ്പോൾ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ പറയുന്നത് 2 ലിറ്റർ 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണമെന്ന് പറയും. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ മിനിമം 1 ലിറ്ററെങ്കിലും കുടിക്കണമെന്നുള്ളതാണ് പറയുന്നത്. മിനിമം 1 ലിറ്റർ മുതിർന്ന ഒരു വ്യക്തി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു 3 പേരുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 3 ലിറ്റർ വെള്ളം വേണം. അങ്ങനെ ഒരു 3 ദിവസത്തേക്കെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. 3 ദിവസമെങ്കിലും മിനിമം പ്രിപ്പയർ ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 1 ലിറ്റർ വെച്ചിട്ടുള്ള ഒരു കണക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബോട്ടിൽ വാട്ടർ ആണെങ്കിലും ഈ ഒരു 1 ലിറ്റർ പെർ ഡേ പെർ പേഴ്സൺ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നുള്ളത് നമ്മുടെ സ്നാക്സുകൾ വേണം. സ്നാക്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കണം, പാക്കറ്റ് ഫുഡ്സ് കഴിക്കരുത്, അതുപോലെ ടിന്നിലടച്ച ഫുഡ് കഴിക്കരുത് നമ്മൾ പറയും. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്നാക്സിന് വേണ്ടി ആശ്രയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ എനർജി ബാറുകൾ കിട്ടും. അപ്പോൾ ഈ എമർജൻസി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രോട്ടീൻ എനർജി ബാർസ് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടും. പിന്നെ ഒരു എക്സ്ട്രാ 2-3 ബോട്ടിൽ വയ്ക്കുക വെള്ളം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇനി അഥവാ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടുവാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കുറച്ച് 2-3 കുപ്പികൾ എക്സ്ട്രാ വയ്ക്കുക. 2 കുപ്പി വെച്ചാൽ മതി. പിന്നെ ഈ സ്നാക്സുകളെല്ലാം നമ്മൾ എപ്പോഴും സാധാരണ വലിയ ലോങ് എക്സ്പയറി ഡേറ്റ് കാണും. കാരണം അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. 3-4 ദിവസത്തേക്ക് മതിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ആ ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് 3 നേരം കഴിക്കണം. നമുക്ക് എത്ര കാലറിയാണ് വേണ്ടത്? 1500 മുതൽ 2000 കാലറിയാണ് ഒരു വ്യക്തിക്ക്, മുതിർന്ന ഒരു വ്യക്തിക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്നാക്സുകൾ ഉണ്ടാവണം. എത്ര ദിവസത്തേക്ക്? 3 ദിവസത്തേക്കുള്ള സ്നാക്സുകൾ ഉണ്ടാകണം. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഒരു ക്യാൻ ഓപ്പണർ വെക്കണം. ഈ ക്യാന് നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്യാൻ ഓപ്പണർ നിർബന്ധമായിട്ടും വേണം. അത് പലരും എടുക്കാൻ മറക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്യാൻ ഓപ്പണർ മറക്കരുത്. ക്യാനോടൊപ്പം തന്നെ ക്യാൻ ഓപ്പണർ വെക്കണം. ഈ പറഞ്ഞ ഫുഡ് ആൻഡ് വാട്ടർ ഇപ്പോഴേ സെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന വരികയാണെങ്കിൽ മാത്രമാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുഡ് ആൻഡ് വാട്ടർ മാത്രമാണ് നമ്മൾ അവസാനം എടുത്തു വയ്ക്കേണ്ട കാര്യം. ബാക്കിയെല്ലാം നമുക്ക് കുറേയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 3ാമത്തെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. അതായത് ഫോണുകളെല്ലാം. നമുക്ക് ചിലപ്പോൾ ഒരു ഫോൺ അല്ലായിരിക്കും ഉണ്ടാകുന്നത്, 2-3 ഫോണുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി 3 ഫോണുണ്ട്. ഞാൻ ഒരു ഫോൺ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ. ബാക്കി 2 ഫോണും പഴയതാണ്, പക്ഷെ ചാർജ് ചെയ്താൽ അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതും പറ്റുമെങ്കിൽ ചാർജ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എക്സ്ട്രാ ചാർജറുകൾ കയ്യിലെടുക്കുക. പവർ ബാങ്കുകൾ സെറ്റ് ചെയ്യുക. പവർ ബാങ്ക് 2-3 പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഫുള്ളി ചാർജ് ചെയ്ത് അതും കൂടെ എടുക്കുക. അടുത്തായിട്ട് റേഡിയോ ഉണ്ടെങ്കിൽ റേഡിയോ അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ആശയവിനിമയങ്ങളൊക്കെ നമുക്ക് ചിലപ്പം നഷ്ടപ്പെടാം. നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാതാവാം. അപ്പോൾ റേഡിയോ വഴിയായിരിക്കും നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നത്. അപ്പോൾ AM വേണം, FM വേണം. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് വേവ് കിട്ടുന്ന തരത്തിലുള്ള റേഡിയോസ് ആയിരിക്കും നമ്മൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ റേഡിയോ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്നതുണ്ടാവാം, ചിലപ്പോൾ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനുവലായിട്ട് കൈകൊണ്ട് കറക്കിയാൽ വർക്ക് ചെയ്യുന്ന റേഡിയോകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ലൈറ്റിംഗ് കാണും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല, അങ്ങനെ ഒരെണ്ണം അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല റേഡിയോ അതാണ്. ഓക്കെ. പിന്നെ ഒരു USB ഡ്രൈവ് എടുക്കുക.
നമ്മുടെ പെൻ ഡ്രൈവിൻ്റെ അകത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡിജിറ്റൽ കോപ്പീസ് എല്ലാം അതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുക. കാരണം പലപ്പോഴും ചിലപ്പോൾ മൊബൈലൊക്കെ ഓഫായി പോയാൽ നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡിയോയിലെ ആധാർ കാർഡോ ഒന്നും അതിൻ്റെ അത് കാണില്ല. അപ്പോൾ അതെല്ലാം ഒരു ഫോൾഡറിലാക്കി നമ്മൾ ഒരു USB ഡ്രൈവിലും വെക്കുക. അതുപോലെ ക്ലൗഡിലോ അതുപോലെ ഗൂഗിൾ ഡ്രൈവിലോ ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലും സേവ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ പെൻ ഡ്രൈവിലും സേവ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഫോണിലും ഉണ്ട്. അപ്പോൾ ഫോൺ ചിലപ്പോൾ ഓഫായി പോകാം, ചിലപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ നഷ്ടപ്പെടാം. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ USB-യിലും പെൻ ഡ്രൈവിലും ഇത് സേവ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൗഡിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ ഒരു നോട്ട് പാഡും പെന്നും ഉറപ്പായിട്ടും ഈ എമർജൻസി കിറ്റിൻ്റെ കൂടെ വയ്ക്കുക. പിന്നെ ഫോണിൽ ഈ നെറ്റ്വർക്ക് ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ആപ്പുകളുണ്ട്, ഓഫ്ലൈൻ മാപ്പുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, ഇപ്പം കേരളത്താണെങ്കിൽ കേരളത്തിലുള്ള മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ പല ഓഫ്ലൈൻ മാപ്പുകളും ഉണ്ട്. ഇപ്പോൾ UAE ഉള്ള സ്ഥലത്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇപ്പോൾ ദുബായ് അബുദാബി ഒക്കെ കാണണമെങ്കിൽ ആ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി മൊബൈൽ ഓഫായി പോയാലോ, അതിന് പകരമാണ് നമ്മൾ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന മാപ്പുകൾ ഉണ്ടാവണം. അതും പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു എമർജൻസി വെക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് ആ ബാഗ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു മാപ്പുണ്ട്, നമുക്ക് പോകാനും അടുത്തുള്ള സ്ഥലം എന്താണെന്നൊക്കെ അറിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മാപ്പ്. അപ്പോൾ മാപ്പും ഡൗൺലോഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് ആണ്. ക്ലോത്തിങ് നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് വേണം എടുക്കാൻ, വെയിറ്റ് ഉള്ള ഡ്രസ്സസ് എടുക്കരുത്. ഒരു 2 പെയർ ഡ്രസ്സെങ്കിലും എടുത്ത് വയ്ക്കുക. അതുപോലെ ഷൂസ് എടുക്കുവാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഷൂസ് എടുക്കുക. ഇനി തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ലൈറ്റ് ജാക്കറ്റ് വേണം എടുക്കാൻ. സൺഗ്ലാസ് വേണം. സൺഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിലടിക്കാതിരിക്കാനാണ്, പല കാര്യങ്ങളിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ സൺഗ്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പെയർ സോക്സ് എടുക്കുക, പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഈ സാധനങ്ങളും എടുത്തു വയ്ക്കുക. ഇത്രയും കാര്യമാണ് നമ്മുടെ ഒരു കോമൺ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ. അതായത് നമുക്ക് ബാത്തിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണത്തിനും വേണ്ടി ഉള്ള കാര്യങ്ങൾ ഇത് ഒരു സെറ്റായിട്ട് എടുത്തു വയ്ക്കുക. അടുത്തായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇപ്പം ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള ഒരു ബീറ്റാഡിൻ, അതുപോലെ ബാൻഡേജ്, ഒരു ക്രേപ്പ് ബാൻഡേജ് പോലുള്ള ചുറ്റാൻ പറ്റുന്നൊരു സാധനം, അതുപോലെ തന്നെ ഒരു സിസർ വയ്ക്കുക, ഒരു കത്രിക വയ്ക്കുക, എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വെക്കേണ്ടതാണ് പാരസെറ്റമോൾ വയ്ക്കുക. ഇത് ഏറ്റവും അവസാനം എടുത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. പാരസെറ്റമോൾ ചില എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അതുപോലെ വേദന സംഹാരികളായിട്ടുള്ള ബ്രൂഫിനോ അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്കോ പോലുള്ള ടാബ്ലറ്റുകൾ എടുത്ത് വയ്ക്കാം. കുട്ടികളുണ്ടെങ്കിൽ പാരസെറ്റമോൾ സിറപ്പ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വെക്കാം. പിന്നെ കോമൺ ആയിട്ട് 2 സാധനങ്ങൾ വേണം. ORS വേണം, ചിലപ്പോൾ വയറിളക്കമൊക്കെ വരാം, അപ്പോൾ ORS വേണം. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം മാലിന്യമാവുന്നുണ്ടെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ്സ് കിട്ടും, ആ ക്ലോറിൻ ടാബ്ലറ്റ്സും എടുത്തു വയ്ക്കുക. ഓക്കെ. പിന്നെ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അലർജി മെഡിസിൻസ്. കാരണം പല സാധനങ്ങളും കഴിക്കുന്ന സമയത്ത് നമുക്ക് ചൊറിച്ചിലും ശ്വാസം മുട്ടലൊക്കെ വരാം. അലർജിക്കുള്ള മരുന്നുകളും എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും മരുന്ന്, ഇപ്പോൾ ആസ്മയ്ക്ക് ഉപയോഗമുള്ള ആളുകൾ ഇൻഹേലർ ഉപയോഗിക്കണം. പ്രഷറുള്ള ആളുകൾക്കുള്ള മരുന്നുകൾ, ഷുഗറുള്ള ആളുകൾക്കുള്ള മരുന്നുകളും നമ്മൾ എടുത്തു വയ്ക്കണം. ഒരു മിനിമം ഒരു 3 മുതൽ 5 ദിവസത്തേക്കുള്ള മരുന്നുകൾ നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കാൻ മറക്കരുത്. ഇതിനോടൊപ്പം നമ്മൾ തെർമോമീറ്റർ എടുത്തു വയ്ക്കാം. ഇനി നമ്മൾ ഗ്ലൂക്കോസ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഗ്ലൂക്കോമീറ്റർ എടുത്തു വയ്ക്കാം. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീനും കൂടെ എടുത്തു വയ്ക്കുക. നമുക്ക് വെയിലത്ത് നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീനോട് പറ്റുമെങ്കിൽ അതുകൂടെ എടുത്തു വയ്ക്കുക. ടോർണിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവൈലബിൾ ആയിട്ട് കിട്ടും. എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമ്മുടെ രക്തം വാർന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ട്രെയിനിങ് കിട്ടിയ വ്യക്തികൾക്കാണെങ്കിൽ ടോർണിക്കേറ്റും കൂടെ ശരിക്കും ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു എമർജൻസി ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ. ഇനി 6ാമത്തെ ഹെഡിങ്ങിൽ പറയാനുള്ളത് പേഴ്സണൽ ഹൈജീനുള്ള കാര്യങ്ങളാണ്. അതായത് കുറച്ച് വെറ്റ് വൈപ്സുകൾ വേണം, കുറച്ച് ടിഷ്യൂ പേപ്പറുകൾ വേണം. അതുപോലെ ടോയ്ലറ്റിൽ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ, ടോയ്ലറ്ററീസ് വേണമെങ്കിൽ ടോയ്ലറ്ററീസ് കുറച്ചെടുത്ത് വയ്ക്കുക. അതുപോലെ ഒരു ചെറിയൊരു ഹാൻഡ് സാനിറ്റൈസർ വയ്ക്കുക. ചിലപ്പോൾ നമുക്ക് കൈ കഴുകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും ഹാൻഡ് സാനിറ്റൈസർ വെച്ച് നമുക്ക് കൈ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ഹൈജീന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു വയ്ക്കാൻ മറക്കരുത്. ഇനി 7ാമതായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു പ്ലാൻ നേരത്തെ തയ്യാറാക്കണം. അതിനോട്ടുള്ള മാപ്പ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. 2ാമതായിട്ട് നമ്മുടെ കാർ ഉണ്ടെങ്കിൽ കാർ ഫുള്ളി പെട്രോൾ ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെ ആണെങ്കിൽ അത് ഫുള്ളി ചാർജ്ഡ് ആയിരിക്കണം. കാറിൻ്റെ കീ അതുപോലെ വീടിൻ്റെ കീ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു ഭൂമിയൊലുക്കമൊക്കെ വരുന്ന സമയത്ത്, പെട്ടെന്നൊരു എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പിന്നെ കീയും തപ്പി നടക്കാൻ പറ്റില്ല. അപ്പോൾ അതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അവസാനം എക്സ്ട്രാസ് ഞാൻ പറയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. എക്സ്ട്രാസ് പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യങ്ങളാണ്. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, പക്ഷേ എനിക്ക് ഏറ്റവും കോമൺ ആയിട്ട് തോന്നിയതും ഒരു എമർജൻസി മെഡിസിൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത്. 2015 ഞാൻ എമർജൻസി ജംപ് കിറ്റ് എന്നൊരു കിറ്റ് ഉണ്ടാക്കിയായിരുന്നു.
അപ്പോൾ അതിൻ്റെ അകത്ത് ആക്ച്വലി ഏകദേശം 100ഓളം മെഡിസിൻസും 100ഓളം എക്യുപ്മെൻസും അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ അതിന് ആക്ച്വലി എനിക്ക് കേരളയിലെ ബെസ്റ്റ് എമർജൻസി ഫിസിഷ്യൻ അവാർഡൊക്കെ കിട്ടിയായിരുന്നു. ആ ഒരു കിറ്റ് പല ഹോസ്പിറ്റലുകളും കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള ഒരു കിറ്റാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ആശയവും ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ എന്താണ് എക്സ്ട്രാസ് ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്ലാഷ് ലൈറ്റാണ്. ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെട്ടം കിട്ടാൻ വേണ്ടിയുള്ള ലൈറ്റുകൾ, ഫ്ലാഷ് ലൈറ്റ്. പിന്നെ കുറേ എക്സ്ട്രാ ബാറ്ററീസ് എടുത്ത് വയ്ക്കുക. നമുക്ക് എന്തിനൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുക. അതിന് നമുക്ക് വലിയ ബാറ്ററിയും വേണം, ചെറിയ ബാറ്ററിയും എടുത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് വിസിൽ. ഒരു വിസിലെ 2 വിസിൽ ഉറപ്പായിട്ട് എമർജൻസി ജംപ് കിറ്റിൽ ഉണ്ടായിരിക്കണം. നമുക്ക് തൊട്ടടുത്ത് ഒരാളെത്തിയാലും നമ്മൾക്ക് അവരെ നമ്മുടെ അടുത്തോട്ട് എത്തിക്കണമെങ്കിൽ വിസിൽ വേണം, ആ സൗണ്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി 2 വിസിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലെയറോ അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ചില ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ടൈറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കട്ട് ചെയ്യണമെങ്കിലോ വളയ്ക്കണമെങ്കിലോ ഒക്കെ ഉപകാരപ്പെടുന്ന സാധനമാണ്. ഇപ്പോൾ പ്ലെയർ ആണെങ്കിലും മതി, അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാൻ ഒരെണ്ണം അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഡക്ട് ടേപ്പ് വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. ഡക്ട് ടേപ്പ് നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും പൊടി നമ്മുടെ വീട്ടിനകത്തോട്ട് കയറുന്നത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ടൊക്കെ പൊടി ഇറച്ചി കയറാം. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജനലുകളിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഡക്ട് ടേപ്പ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്ത് സാധനവും സീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡക്ട് ടേപ്പ്. അതും ഒരു സെറ്റ് വാങ്ങിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. 2-3 ട്രാഷ് ബാഗ്സും കൂടെ എടുത്തു വയ്ക്കുക. നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. അതായത് വേസ്റ്റ് ഇടാൻ പറ്റുന്ന കവറുകളും കൂടെ എടുത്തു വയ്ക്കുക. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കുറച്ച് കാർഡ് ഗെയിംസ് ഒക്കെ എടുത്തു വയ്ക്കുക. കുറച്ച് മതി. അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുള്ള പ്രശ്നം കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ബോറടിക്കും. മൊബൈലില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ കളിക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പേടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർഡ് ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ടുള്ള കാർഡ് ഗെയിംസ് കൂടെ അതിൻ്റെ അകത്ത് എടുത്തു വയ്ക്കുക. പിന്നെ പെറ്റുണ്ടെങ്കിൽ, ഇപ്പോൾ വളർത്ത് നായോ വളർത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്നതിന് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു വയ്ക്കുക. ചില ആളുകൾക്ക് സ്ലീപ്പിംഗ് പില്ലോ വേണം. അപ്പോൾ ഞാൻ സാധാരണ വെട്ടമുള്ള സമയത്ത് കണ്ണിലൊരു പാഡ് വെച്ചാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള റെസ്റ്റ് കിട്ടാൻ വേണ്ടി അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു തീപ്പെട്ടി, ഒരു കത്തി, അതുപോലെ കുറച്ച് ക്യാൻഡിൽസുകൾ ഉറപ്പായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാറ്ററി അല്ലെങ്കിൽ ടോർച്ച് തെളിയാതെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് മാച്ചും ക്യാൻഡിൽസും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കത്തിയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ 2 കാര്യം കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട്. ഒന്ന് ബോയിലിംഗ് കെറ്റിലാണ്. അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ബോയിലിംഗ് കെറ്റിൽ അറേഞ്ച് ചെയ്യുക. പറ്റില്ലെങ്കിൽ അത് കുഴപ്പമില്ല. അവസാനമായിട്ട് അറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പെപ്പർ സ്പ്രേയും കൂടെ അറേഞ്ച് ചെയ്യുക. എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അപകടം വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് ആ പെപ്പർ സ്പ്രേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ എക്സ്ട്രാസ് കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ 7 ഹെഡിങ്ങിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് ഫുഡ് ആൻഡ് വാട്ടറും അതുപോലെ മെഡിസിൻസും ഏറ്റവും അവസാനം മാത്രമേ എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അറിയണം. എക്സ്ട്രാസ് പറ്റുമെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാസും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു എമർജൻസി ഒരു കിറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കി വയ്ക്കുക. ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് നോക്കി എടുത്തെടുത്ത് പോകാം. അപ്പം ഞാൻ ഏത് യാത്രയ്ക്ക് പോകുന്ന സമയത്തും എനിക്ക് ട്രാവൽ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ മിക്ക ട്രിപ്പിനും പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് മിസ്സാകാറില്ല ഒരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ വളരെ കാര്യമായിട്ട് എടുക്കുക. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. എന്തെങ്കിലും ഒരു എമർജൻസി എപ്പോഴെങ്കിലും ഉണ്ടായാൽ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്തരത്തിലൊരു എമർജൻസി ആർക്കും വരരുതെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ആ സമയത്ത് നമ്മൾ കിടന്ന് ഓടാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യുക.